കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. പക്ഷേ അങ്ങനെ അവൻ അവന്റെ വഴിക്ക് വിടാൻ ഇനി പറ്റില്ല. അവന്റെ ആ ദേഷ്യവും വാശിയും പൊടിക്കെങ്കിലും കുറയ്ക്കാൻ ക്ഷമ എന്താണെന്ന് പഠിപ്പിക്കാൻ ഈ ഒരു പിണക്ക് അത്യാവശ്യമാണ്. അശോകേടനും സുരേന്ദ്രനും പറഞ്ഞ കാര്യങ്ങളാണ് ചാന്ദിനിയുടെ മനസ്സ് മുഴുവൻ. പുതിയതായി സ്റ്റേഷൻ ചാർജ് എടുത്ത CI പാച്ചുവിനെ നോട്ടമിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന്. MLA വന്നിടപെട്ടുകൊണ്ട് മാത്രമാണ് അയാൾ ഈ കഴിഞ്ഞ സംഭവത്തിൽ കേസൊന്നും ചാർജ് ചെയ്യാതിരുന്നത്. തെറ്റവരുടെ ഭാഗത്താണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അടിക്കാൻ ആരും അധികാരം കൊടുക്കില്ലല്ലോ. അതുകൊണ്ട് അവരുടെ പേരിൽ കേസ് എടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പാച്ചുവിന്റെ പേരിലും കേസ് വന്നേനെയെന്ന്. കോട് അമ്പലപ്പറമ്പിൽ വെച്ച് പിടിച്ചു മാറ്റാൻ ചെന്ന CIയുടെ നേരെ അവൻ കൈയുയർത്തുക കൂടെ ചെയ്തു എന്ന്. ഇപ്പോൾ വെറുതെ വിട്ടെങ്കിലും ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കൊണ്ട് ചെന്നാൽ അയാൾ ഉറപ്പായും കേസാക്കും. സുരേന്ദ്രേട്ടന് പോലും അയാൾ എന്തെങ്കിലും ചെയ്താൽ എതിർക്കാനുള്ള ധൈര്യമില്ല. പോലീസുകാർക്കൊരു ദേഷ്യവും പകയുണ്ടായാൽ ആ ജീവിതം പാഴാണെന്ന്. ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയാണ് ചന്തു പേടിക്കാതിരിക്കുന്നത്? ഉച്ചയ്ക്ക് പാച്ചു പോയി കഴിഞ്ഞാണ് ചന്തു പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരുങ്ങിയത്. രാവിലെ തുടങ്ങി ചെറിയൊരു തുമ്മലും മൂക്കലിപ്പുണ്ടായിരുന്ന ചാന്ദിനിക്ക് ഇപ്പതേ ചെറുതായി ചൂട് പൊന്നുന്നുണ്ട് ദേഹത്ത്. കൂടെ ഒരു മേൽവേദന പോലെ. ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. പ്രത്യേകിച്ച് ചെക്കനായിട്ട് പിണങ്ങിയിരിക്കുന്ന ഈ സാഹചര്യത്തില്. തിങ്കൾ ജോലി ചെയ്യുന്ന കപ്പലണ്ടി ഫാക്ടറിയുടെ ഓപ്പോസിറ്റ് ബിൽഡിംഗിലായി 12:30 തുടങ്ങി 3 മണി വരെ ഒരു ഹോമിയോ ഡോക്ടർ ഇരിക്കുന്നുണ്ട്. നല്ല ഡോക്ടറാണ്. ചാന്ദിനി വല്ല ബുദ്ധിമുട്ട് വരുമ്പോൾ ആദ്യം ഓടിച്ചില്ലെന്ന് അങ്ങോട്ട് തന്നെയാണ്. തരുന്ന മരുന്നുകൾ കഴിക്കാനും ബുദ്ധിമുട്ടില്ല. അസുഖം പൂർണ്ണമായി തന്നെ വിട്ടുപോവുകയും ചെയ്യും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചാന്ദിനിക്കൊപ്പം മൻമോവും കൂടെ ഇറങ്ങി. ഞാനേ ഡാൻസ് ക്ലാസ്സിലേക്കൊന്നല്ല പോകുന്നേ, അമ്മയ്ക്കൊരു പനി പോലെ, ഡോക്ടറെ അടുത്തേക്ക് പോവാ, അതുകൊണ്ട് നീ ഇവിടെ ഇരിക്കും. പറച്ചിലിനൊപ്പം തോളിലെ ഹാൻഡ് ബാഗിലേക്ക് കൈയുള്ള കൂടെ വെച്ച് ഗേറ്റ് തുറന്നടച്ച് മൻമുവിനോട് ഒന്നുകൂടെ യാത്ര പറഞ്ഞ് ചാന്ദിനി റോഡിലേക്ക് ഇറങ്ങി മുന്നോട്ട് നടന്നു. ഉച്ചയാണെങ്കിലും വെയിലില്ല, പക്ഷെ മഴ പെയ്യാൻ നല്ല സാധ്യതയുണ്ട്. അത്രയും മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. അതാണ് കുടയെടുത്ത് ചാന്ദിനി ഇറങ്ങിയത്. അമ്പലത്തിനടുത്തേക്ക് എത്തിയപ്പോഴേക്കും നടക്കാനും ചെറിയ പ്രശ്നം. ഭാഗ്യത്തിന് അവിടെ നിന്ന് ഒരു കാലിയോട്ടോ കിട്ടി. ഫാക്ടറിക്ക് അടുത്ത വശത്ത് ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. അവിടെ ഓടുന്ന ഓട്ടോ ആണത്. ഈ സമയത്ത് വന്നുകൊണ്ട് ഡോക്ടറെ കാണാൻ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചാന്ദിനി കയറി കണ്ടു. വൈറൽ ഫീവറിന്റെ തുടക്കമാണ്. മരുന്ന് കഴിച്ച് നന്നായി റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. മരുന്ന് വാങ്ങി ഡോക്ടറുടെ ഫീസും കൊടുത്ത് ചാന്ദിനി ഇറങ്ങുമ്പോഴേക്കും പുറത്ത് നല്ല മഴ. കുട നിവർത്തി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നോട്ടം കപ്പലണ്ടി ഫാക്ടറിയിലേക്കാണ്. തിങ്കളവിടെ ഉണ്ടല്ലോ. വെറുതെ ഒന്ന് കാണാൻ പറ്റിയാൽ ഒരു സന്തോഷമല്ലേ. പക്ഷെ ആരെയോടെ ചാന്ദിനി കണ്ടില്ല. ഇനി എന്തായാലും തിരിച്ച് നടന്നു പോകാനൊന്നും വയ്യ. പാച്ചുവിനെ വിളിക്കാൻ പറ്റൂ, പിണക്കത്തിലല്ലേ. വന്ന പോലെ ഓട്ടോ വിളിച്ചതിനെ തിരിച്ചു പോകാൻ കരുതി ഓട്ടോ സ്റ്റാൻഡ് അടുത്തേക്ക് നടന്ന് ചാന്ദിനി റോഡ് മുറിച്ച് കടന്നു വേണം അങ്ങോട്ടേക്ക് എത്താൻ. ഓട്ടോ സ്റ്റാൻഡ് മുമ്പിലെ ഒരു ചായക്കടയുണ്ട്. അതിന് കുറച്ച് മാറി ഒരു പോലീസ് ജീപ്പ് ഒതുക്കിയിട്ടിരിക്കുന്നതിൽ ചാന്ദിനിയുടെ കണ്ണുകളുടക്കി. സുരേന്ദ്രേട്ടനാണോ എന്നൊരു സംശയം തോന്നി. പക്ഷേ ജീപ്പിൽ ചാരി ഫുൾ യൂണിഫോമിൽ ഒരു കൊടിയും ചൂടി പിന്തിരിഞ്ഞെന്ന് ഫോണിൽ എന്തോ സംസാരിക്കുന്ന ആ രൂപം കണ്ടപ്പോൾ ഉറപ്പിച്ചു അത് സുരേന്ദ്രേട്ടനല്ലെന്ന്. പുതിയ CI എന്ന് പറഞ്ഞ ആളായിരിക്കും അതെന്ന് വെറുതെ ഓർത്ത് ചാന്ദിനി ഒന്നുകൂടെ അങ്ങോട്ട് നോക്കിയതും ഫോൺ ചെവിയിൽ നിന്നെടുക്കാതെ തിരിഞ്ഞവനെ കണ്ട് ഒരു നിമിഷം ശ്വാസം വിളിങ്ങി ഒറ്റ നിൽപ്പായിരുന്നു ചന്തു. സ്വന്തം കണ്ണുകളെ അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അനിയേട്ടൻ തന്നെയല്ലേ അത്? അതെ. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഏതിരുട്ടിലായാലും വെളിച്ചത്തായാലും ചാന്ദിനിക്ക് മാത്രം തിരിച്ചറിയാൻ പറ്റുന്ന മുഖം. നെഞ്ചിങ്ങനെ ശക്തിയിൽ മിടിക്കുന്നതും ചുണ്ടുകൾ വിതുമ്പുന്നതും കണ്ണുകൾ നിറഞ്ഞൊഴുക്കുന്നതും മനഃപൂർവ്വമായിരുന്നില്ല. ശരീരവും മനസ്സും ആ നിൽക്കുന്നവന്റെ സാമീപ്യത്തിൽ അറിയാതെ പ്രതികരിച്ചു പോകുന്നതാണ്. കൈയും കാലും പോലും വിറച്ച് തുള്ളുകയാണ്. റോഡ് ക്ലോസ് ചെയ്താലും ആ ജീപ്പ് കടന്നു പോണ ഓട്ടോ സ്റ്റാൻഡിലെത്താൻ തന്നെ കണ്ടാൽ ചുണ്ടൊന്ന് കടിച്ചു പിടിച്ച് ചാന്ദിനി. അന്നേരം തന്നെയാണ് ഉള്ളിലൂടെ മറ്റൊന്ന് കടന്നുപോയത്. കണ്ടാലിപ്പോ എന്താ, താൻ ഓർക്കും പോലെ തന്നെ ഓർക്കുവോ? വേദനയോടെ സ്വയം പൂച്ഛിച്ച് ചാന്ദിനിയുടെ ഹൃദയം ഇങ്ങും നേരം തന്നെയാണ് റോഡിൽ ഏതൊരു വാഹനത്തിന്റെ വലിയ ശബ്ദത്തിലുള്ള ഹോണടി. ഞെട്ടിത്തിരിച്ച് ചാന്ദിനി നോക്കുമ്പോൾ റോഡിലേക്കാണ് താൻ കയറി നിൽക്കുന്നത്. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു നിമിഷം പരിഭ്രമപ്പെട്ട് പെട്ടെന്ന് ആ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അപ്പുറത്തുനിന്ന് പാഞ്ഞു വന്നൊരു ബൈക്ക് ചാന്ദിനിയെ കണ്ട് ബ്രേക്ക് പിടിച്ചെങ്കിലും ബൈക്ക് വന്ന് തട്ടിക്കഴിഞ്ഞിരുന്നു. റോഡിലേക്ക് നെറ്റിയടിച്ച നിമിഷ നേരം കൊണ്ട് ചാന്ദിനി വീഴുമ്പോൾ ആന്റി എന്നൊരു അലർച്ച അവൾ കേട്ടു. പക്ഷെ വീഴ്ചയുടെ ആഘാതത്തിലും നെറ്റിപൊട്ടി ചോരൊലിക്കുമ്പോഴും ശരീരത്തിന്റെ പേടിയും വിറയിലും ടെൻഷനും ഒക്കെയായി തിങ്കളടുത്തെത്തുമ്പോഴേക്കും ചാന്ദിനിയുടെ ബോധം പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞിരുന്നു. ഓടി വന്ന തിങ്കൾ കയ്യിലെ ചോറ്റുപാത്രമൊക്കെ നിലത്തിട്ടിട്ടാണ് ചാന്ദിനിയുടെ അടുത്തേക്ക് ചെന്ന് ആ റോഡിലിരുന്ന്. അക്കൗണ്ട്സ് കുറച്ചധികം നോക്കാറുകൊണ്ട് ഇന്ന് ഭക്ഷണം കഴിക്കാൻ കുറച്ചധികം വൈകി. തിങ്കളും വീണയും പീറ്ററും. ഭക്ഷണം കഴിക്കാനുള്ള പ്ലേസ് ഓഫീസ് ബിൽഡിംഗിലല്ല, അവിടുന്ന് കുറച്ചു മാറി ഒരു സ്പേസ് ഉണ്ട്. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് കൈയും ചോറ്റുപാത്രവും കഴുകി തിരിഞ്ഞടക്കുമ്പോൾ വെറുതെ ഗേറ്റിനടുത്തേക്ക് തിങ്കളുടെ കണ്ണുകൾ പോയത് ആളുടെ മഴയത്ത് കുടയും ചൂടി റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ചാന്ദിനിയാണെന്ന് ആൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. ആന്റി എന്താണ് ഇവിടെ എന്നൊരു സംശയത്തോടെ തിങ്കളുടെ നെറ്റിയുള്ളി നേരം തന്നെയാണ് ചാന്ദിനി റോഡ് ക്രോസ് ചെയ്തും ബൈക്ക് ഇടിച്ചതും. മഴയൊന്നും വകവെക്കാതെ ആന്റി എന്ന് വിളിച്ചു പറഞ്ഞാണ് ആളങ്ങോട്ട് ഓടിയെത്തിയത്. സാറ്, അവിടെ എന്തോ ആക്സിഡന്റ് ആണ് തോന്നുന്നു. കൂടെയുള്ള ഡ്രൈവറുടെ പറച്ചിൽ തന്നെ അപ്പുറം റോഡിൽ ആളുകൾ കൂടുന്നുണ്ട്. അനിരുദ്ധനും പാഞ്ഞ് അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് പോകും വഴിയായിരുന്നു അനിരുദ്ധൻ. അതിനിടക്കാണ് ഈ വഴിയിൽ വെച്ച് ജീപ്പിന് ടയർ പഞ്ചറായത്.
അതൊന്ന് മാറ്റാനായി ജീപ്പ് അവിടെ ഒതുക്കി വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാളെ വിളിച്ച് പണി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഴ തുടങ്ങിയത്. ടയർ മാറ്റിയെല്ലാം കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് ഈ ആക്സിഡന്റ്. ആ ആക്സിഡന്റ് സ്ഥലത്ത് കൂടി നിൽക്കുന്ന ആളുകളെ വകഞ്ഞു മാറ്റി അനിരുദ്ധൻ മുന്നിലേക്ക് വരുമ്പോൾ തിങ്കളിന്റെ മടിയിലാണ് ചാന്ദിനി. അവളുടെ ഷോൾ കൊണ്ട് നെറ്റിയിലെ പൊട്ടി ചോരൊലിക്കുന്ന ഭാഗം അമർത്തി പിടിച്ച് ചാന്ദിനിയെ വിളിക്കുകയാണ് അവൾ. ബോധം പോയെങ്കിലും ഒരു ഞരക്കവും മൂളലും ചാന്ദിനിയിൽ നിന്ന് വരുന്നുണ്ട്. ചാന്ദിനി അടിച്ച ബൈക്കുകാരനും റോഡിൽ തന്നെ ബൈക്കും കൊണ്ട് വീണിട്ടുണ്ട്. അയാൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പോലീസുകാർ വന്ന് നിൽക്കുന്നുണ്ട്. അയാളൊന്ന് നന്നായി പേടിച്ചു. അയ്യോ എന്റെ പൊന്നു സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഈ സ്ത്രീ നോക്കാതെ റോഡ് ക്രോസ് ചെയ്താ. അനിരുദ്ധ നോക്കി കരഞ്ഞു നിലവിളിച്ചുകൊണ്ടുള്ള അയാളുടെ പറച്ചിൽ. പക്ഷേ അനിരുദ്ധൻ അത് കേട്ടോ? ഇല്ല. തിങ്കൾ മറഞ്ഞിരിക്കുന്നതുകൊണ്ട് വീണ് കിടക്കുന്നവരുടെ മുഖം പോലും ശരിക്കും കാണുന്നില്ലെങ്കിലും അനിരുദ്ധനാകെ അടിപതറി നിൽക്കുകയാണ് അവിടെ. ഒരുപാട് നാളുകൾക്ക് ശേഷം അയാൾക്ക് വല്ലാത്തൊരു തളർച്ച, ശ്വാസമെടുക്കാൻ കഴിയാത്ത പോലെ. എന്താണിത്? ആരായികൾ? ആരെങ്കിലും ഒരു വണ്ടി വിളിക്കോ? തിങ്കൾ തലയുയർത്തിയ ഒരു അലറിലൂടെ പറയുമ്പോഴേക്കും ഓട്ടോ സ്റ്റാൻഡിൽ നിന്നൊരു വെള്ളിമൂങ്ങ ഓട്ടോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. എന്നാൽ തിങ്കളിന്റെ മറയിൽ നിന്ന് മാറി ചാന്ദിനെ കണ്ട നിമിഷം തലക്കിട്ട് ആരോ അടിച്ച പോലെ ഒരു ഞെട്ടിലായിരുന്നു അനിരുദ്ധന്. ചന്തു എന്നൊരു സ്വരം കാറ്റുപോലെ അയാളുടെ ഉള്ളിൽ വന്ന് നേർത്തു പോയി. തിങ്കൾ ചാന്ദിനിയെ താങ്ങി പിടിച്ച ഓട്ടോയിലേക്ക് കയറ്റാൻ നോക്കുമ്പോൾ പീറ്ററും വീണയും ബാക്കിയുള്ളവരും സഹായിക്കും മുന്നേ നിമിഷ നേരം കൊണ്ട് ചാന്ദിനി അനിരുദ്ധന്റെ കൈകളിലൂടെ നിലത്ത് നിന്ന് ഉയർന്നു. തിങ്കളടക്കം എല്ലാവരും കണ്ണുമിഴിച്ച് നോക്കുമ്പോൾ അനിരുദ്ധൻ ചാന്ദിനിയും എടുത്ത് പോലീസ് ജീപ്പിനടുത്തേക്ക് പാഞ്ഞു കഴിഞ്ഞു. ഒന്ന് വേഗം പോടോ! പുറകിൽ നിന്ന് കേട്ട അനിരുദ്ധന്റെ അലർച്ചയിൽ സ്റ്റെയറിംഗിൽ നിന്ന് കയ്യും തെറ്റിയെങ്കിലും പോം ചേർന്നൊരു പറച്ചിലോടെ ആ പോലീസുകാരൻ ജീപ്പിന്റെ സ്പീഡ് ഒന്നുകൂടെ കൂട്ടി. 3 സീറ്റിംഗ് അറേഞ്ച്മെന്റുള്ള ജീപ്പിൽ നടുക്കാണ് അനിരുദ്ധൻ ചാന്ദിനിയും വാരിയെടുത്ത് കയറിയത്. മുന്നിൽ ഡ്രൈവറും പുറകിലെ സീറ്റിൽ തിങ്കളും ആ ബൈക്ക് യാത്രക്കാരനും. അയാളുടെ നെറ്റിയിൽ ചെറിയൊരു മുറിവുണ്ട്, കയ്യിലും. ചേച്ചിയുടെ ആനിക്കൊപ്പം പോയിക്കോ, സന്തോഷ് സാറിനോട് ഞങ്ങൾ പറഞ്ഞോളാന്ന് പറഞ്ഞ് ഓടിപ്പോയി. തിങ്കളുടെ ഫോണും ബാഗും എടുത്ത് പീറ്റർ വരുമ്പോൾ വേറൊന്നും ആലോചിക്കാതെ ആള് വീണെടുക്കുന്ന ചാന്ദിനിയുടെ പേഴ്സും മറ്റും എടുത്ത് അവർക്കൊപ്പം ജീപ്പിലേക്ക് കയറിയതാണ് തിങ്കൾ. ബൈക്കുകാരനും പരിക്കുള്ളതുകൊണ്ട് അയാളും കൂടെ കയറി. പിന്നെ ആക്സിഡന്റ് ആണല്ലോ, രണ്ടുപേരെയും കൊണ്ടുപോകണം. മഴയൊക്കെ തോർന്നിരിക്കുന്നു. നനഞ്ഞ റോഡിലൂടെ വെള്ളം തെറിപ്പിച്ച് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പായുകയാണ് ആ പോലീസ് ജീപ്പ്. തന്റെ മടിയിൽ നെഞ്ചോരം ചേർന്ന് കിടക്കുന്നവളെ കണ്ട് ഇത് സ്വപ്നമാണോ സത്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് അനിരുദ്ധൻ. പക്ഷേ ഹൃദയം അതിനത്രയും പ്രിയപ്പെട്ടവളെ സാമീപ്യം തിരിച്ചറിഞ്ഞ് പതിവിലും വേഗതയിൽ ഇടിച്ചു തുടങ്ങിയിട്ട് നിമിഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ചന്തു പരിക്കുന്ന ശബ്ദമാണെങ്കിലും വിങ്ങിപ്പൊട്ടുന്ന അവന്റെ ഉള്ളിലെ നോവ് കൂടെ ആ ഉള്ളിൽ പുറത്തേക്ക് വന്നുപോയി. ചാന്ദിനിയും തിരിച്ചറിഞ്ഞില്ലേ ആ ശബ്ദം. പിന്നെ അറിയാതെ എവിടെയാണെന്നില്ല ആ ദേഹമാസകലം പടർന്നു കയറുന്ന വേദനയിലും കാലങ്ങൾക്കപ്പുറം അവൾ അറിഞ്ഞവന്റെ ഹൃദയമിടിപ്പും. എപ്പോൾ കേട്ടാൽ അവന്റെ ചന്തു എന്ന വിളിയിൽ പുളകം കൊള്ളുന്ന മനസ്സും ശരീരവുമല്ലേ ഇപ്പോഴും ചാന്ദിനിക്ക്. ഏതൊക്കെയോ ഓർമ്മയിൽ മെയ്യും മനം ഒരുപോലെ വേദനിക്കുമ്പോൾ കൺമുന്നിൽ അവനെ ഒന്ന് കാണാനായി ഞെരങ്ങിക്കൊണ്ട് ചാന്ദിനി ശ്രമപ്പെട്ട് തന്റെ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു. കണ്ണുനീർ മറിഞ്ഞ് കാഴ്ച മറച്ചെങ്കിലും ആ കാക്കി ഷർട്ടും ആകെ നനഞ്ഞ മുഖത്തെ ചുവന്ന് കലങ്ങിയ കണ്ണുകളും കണ്ടു. തന്നെ മറന്നിട്ടില്ലേ? അപ്പോ ഓർമ്മയുണ്ടോ? ആ ഒരു ചിന്തയിൽ ഉള്ളം തുടിച്ചു വരുമ്പോഴേക്കും കണ്ണു തുറന്നു നോക്കിയതിന്റെ ഫലമായി മുറിവ് വലിഞ്ഞ വേദനയിൽ ചാന്ദിനിയിൽ നിന്ന് പെട്ടെന്നൊരു കരച്ചിൽ പുറത്തു വന്നതേ. ഒന്നുമില്ല ചന്തു, ഹോസ്പിറ്റലിൽ പത്തും. പിന്നെയും കയ്യിലെ കർച്ചീഫ് കൊണ്ട് നെറ്റിയിലെ മുറിവ് പൊത്തിപ്പിടിച്ച് അനിരുദ്ധനൊന്നുകൂടെ അവളെ നെഞ്ചോട് ചേർക്കുമ്പോൾ പിറകിൽ നിന്ന് തിങ്കൾ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് പാഞ്ഞു. എന്താ പറ്റി ആന്റി? വെപ്രാളത്തോടെ ചോദിക്കുന്നവരുടെ കണ്ണും നിറഞ്ഞു കലങ്ങിയിരുന്നു. അനിരുദ്ധൻ തലയിരിച്ച് അവളെ നോക്കി. അത്രയും സങ്കടത്തിൽ ചുവന്നു വിങ്ങിയിരിക്കുന്ന മുഖം. ഒന്നുമില്ല കുട്ടി, പേടിക്കാരിക. അത്രമാത്രം പറഞ്ഞവനിരിക്കുമ്പോൾ തിങ്കൾ ചാന്ദിനിയെ നോക്കി നോവുന്ന മനസ്സോടെ ഇരുന്നിടത്ത് തന്നെ ഇരുന്നു. അവളുടെ കൈയും കാലും വിറച്ചു പോകുന്നുണ്ട്. അതിനൊപ്പം അവൾക്കുള്ളിൽ മറ്റൊരു മുഖം കൂടെ തെളിഞ്ഞു വന്നു. തന്നോട് ഇഷ്ടം പറഞ്ഞു വരുന്നവന്റെ, തല്ലുകൂടാൻ വരുന്നവന്റെ, ഇന്ന് രാവിലെ വരെ അമ്മേനോട് പിണക്കാടി എന്ന് അത്രയും സങ്കടത്തോടെ വന്ന് പറഞ്ഞവന്റെ, അവന്റെ ജീവനാണ് ഈ വേദന തിങ്ങിക്കിടക്കുന്നത്. ഇവരിൽ ആരെയോർത്താണ് തന്റെ മനസ്സിപ്പോൾ ഏറ്റവും കൂടുതൽ നീറുന്നതെന്ന് തിങ്കളിന് വ്യക്തമായില്ല. ഏത് തരത്തിലുള്ള ബന്ധമാണെന്നൊന്നും അറിയില്ലെങ്കിലും ഈ അമ്മയും മോനും ഒരുപോലെ തന്നെ മനസ്സിൽ എത്രയധികം സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന് ഒരു പകപ്പോടെയാണ് അവൾ മനസ്സിലാക്കിയത്. എന്റെ ഈശ്വരന്മാരെ, എന്റെ ആന്റിക്കൊന്നും വരുത്തല്ലേ. ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സുരുകി തിങ്കൾ മറ്റൊരാൾക്ക് വേണ്ടി ദൈവത്തെ വിളിച്ചു. അവളുടെ ആ വിളി ദൈവം കേട്ടിരിക്കും. ചെറുത്തേരിയിൽ നിന്ന് കുറച്ചു മാറിയുള്ള വീകർ ഹോസ്പിറ്റലിന് മുമ്പിലാണ് പോലീസ് ജീപ്പ് വന്നു നിന്ന്. ഡോർ തുറന്നിറങ്ങിയ ചാന്ദിനിയെ വാരിയെടുത്ത് അനിയത്തിന് ഹോസ്പിറ്റലിനുള്ളിലേക്ക് പായുമ്പോൾ ആ ചേച്ചി സാറിന്റെ ആരെങ്കിലും ആണോ എന്ന് ഭയത്തോടെ ബൈക്കാരൻ മുറിഞ്ഞ നെറ്റിയും പൊത്തിപ്പിടിച്ച് തിങ്കളിനോട് ചോദിക്കുന്നുണ്ട്. അവളും ആകെ അനിയത്തിന്റെ പ്രവൃത്തികളിൽ കൺഫ്യൂസ്ഡ് ആണ്. പക്ഷെ ചാന്ദിനിയുടെ കാര്യത്തിൽ ടെൻഷനിലും സങ്കടത്തിലും തനിക്കൊന്നും അറിയില്ലെന്ന് അയാളോട് പറഞ്ഞ് അനിയത്തിന് പുറകെ തന്നെ ഓടി അകത്തേക്ക് കയറി. തിങ്കൾ അവിടെ എത്തുമ്പോൾ ഹോസ്പിറ്റൽ സ്ട്രക്ചറിലേക്ക് ചാന്ദിനിയെ കിടത്തുകയാണ് അനിയത്തൻ. കണ്ണ് രണ്ടും അടച്ച് പാതി ബോധത്തിൽ മയങ്ങിക്കിടക്കുന്നവളിൽ നിന്ന് തെല്ലുപോലും നോട്ടം മാറ്റാതെ അനിയുദ്ധൻ എമർജൻസി കെയർ യൂണിറ്റിലേക്ക് അറ്റൻഡറിനൊപ്പം ആ സ്ട്രക്ചർ നീക്കൊണ്ട് അകത്തേക്ക് കയറി. ആർക്ക് പിന്നാലെ തന്നെ തിങ്കളും ആ കോൺസ്റ്റബിളും ബൈക്കുകാരനും ചെന്നു. എന്തു പറ്റിയതാ സർ? ഡോക്ടർ അനിയുദ്ധനെ കണ്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആക്സിഡന്റ് ആണ്. എങ്ങനെ? ബൈക്ക് ഇടിച്ചാണ് ഡോക്ടർ. പ്ലീസ് വേഗം ഒന്ന്
വെപ്രാളത്തോടെ തന്നെ അനിയത്തിന് പറഞ്ഞു നിർത്തുമ്പോൾ ഇനിയും കൂടുതൽ പേരും ജാതകമൊന്നും ചോദിക്കാതെ പേഷ്യന്റ് നോക്കണോ എന്നൊരു ആജ്ഞ അതിന് തിരിച്ചറിഞ്ഞതും ഓകെ സാർ എന്ന് വേഗം പറഞ്ഞ് ഡോക്ടർ പെട്ടെന്ന് ചാന്ദ്രയും കൊണ്ട് ഉള്ളിലെ റൂമിലേക്ക് പോയി. കൂടെ അവരോട് പുറത്തു നിൽക്കാനും പറഞ്ഞു. അന്നേരം ആ കോൺസ്റ്റബിളിനോട് ബൈക്കാരന്റെ ഒപ്പം ചെന്ന അയാളുടെ മുറിവ് ഡ്രസ് ചെയ്യാൻ അനിരുദ്ധൻ തന്നെയാണ് പറഞ്ഞു വിട്ടത്. കുട്ടി ചന്തുവിന്റെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെയാണ് അനിരുദ്ധന്റെ ചോദ്യം തിങ്കളുടെ നേർക്ക് വന്ന്. ഞാൻ നെയ്ബറാണ് സാർ, ആന്റിയുടെ തൊട്ടടുത്ത് തന്നെയാ വീട്. എവിടെ നിങ്ങളുടെ വീട്? ചെറുശ്ശേരി ശ്രീകൃഷ്ണ അമ്പലത്തിന് തെക്ക് വശത്താ. ഗാംഭീര്യം നിറഞ്ഞ ആ ശബ്ദത്തിലുള്ള ചോദ്യത്തിന് ഒരു നിമിഷം പോലും വൈകിപ്പിക്കാതെ തിങ്കൾ ഉത്തരം കൊടുത്തുപോയി. ആ പേര്? തിങ്കൾ. അത് കേട്ട് അനിരുദ്ധന്റെ കണ്ണുകളൊന്നും വിടർന്നു. ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആരും മറക്കുന്ന പേരല്ല തിങ്കളെന്ന്. ഇനി മറക്കുന്ന പേരാണെങ്കിലും അനിരുദ്ധൻ അങ്ങനെയൊന്നും മറക്കാറില്ല. തിങ്കളെ അയാളൊന്ന് സൂക്ഷിച്ചു നോക്കി. എവിടെയോ അവളെ കണ്ട പോലെ ഒരു തോന്നലുണ്ട്. അതിനൊപ്പം 2 ദിവസം മുന്നേ കണ്ട ഒരു തെമ്മാടിച്ചക്കന്റെ മുഖവും അതിനുള്ളിൽ തെളിഞ്ഞു വന്നു. അനിരുദ്ധന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞതോടെ തിങ്കൾ പിന്നെയും ടെൻഷനോടെ എമർജൻസി വാർഡിന്റെ അവിടേക്ക് നോക്കി. പേടിക്കേണ്ടതില്ല, ബ്ലഡ് ലോസ് ഉണ്ടെങ്കിലും മുറിവ് ചെറുതാണെന്ന് തോന്നുന്നു. തിങ്കളെ സമാധാനിപ്പിക്കാനെന്ന പോലെയാണ് അനിരുദ്ധൻ അത് പറഞ്ഞെന്ന് തോന്നുമെങ്കിലും സ്വയം ഒരു സമാധാനിപ്പിക്കൽ കൂടിയാണ് അതെന്ന് അവന് മാത്രം അറിയാം. എന്നാലും കുട്ടി ചന്തുവിന് വേണ്ടപ്പെട്ടവരാരെങ്കിലും വിളിച്ചു പറഞ്ഞോളൂ. അതും പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് റിങ്ങിയുന്ന ഫോണും എടുത്ത് ചെവിയിൽ വെച്ച് അനിരുദ്ധൻ തിരിഞ്ഞടക്കുമ്പോൾ തിങ്കൾ അവളുടെ ബാഗിൽ നിന്ന് തപ്പി പിടിച്ച് ഫോൺ എടുത്തു. പാർത്തിയുടെ നമ്പർ അവൾക്ക് അറിയാം. ചാന്ദിനി അയച്ചു കൊടുത്താണ്. അന്നൊരിക്കൽ തന്നെ നമ്പർ കിട്ടാൻ അവന് പ്രയാസമൊന്നുമില്ല. ഞാൻ വിളിക്കും, മെസ്സേജ് അയക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പോയെങ്കിലും ഇന്നേവരെ അവൻ്റെ ഒരു കോളോ ഒരു മെസ്സേജോ തിങ്കളുടെ വന്നിട്ടില്ല. അല്ലെങ്കിൽ എന്തിനാണ് ഈ കോളും മെസ്സേജും ഒക്കെ? രാത്രിയായാലും പകലായാലും അവന് പറയാനോ അറിയാനുള്ളൊക്കെ ചെക്കൻ നിഷ്പ്രയാസം അതിലും ചാടി നേരിട്ട് വന്ന് അവളോട് സംസാരിക്കുകയല്ലേ. തന്റെ നമ്പർ അവന്റെ കയ്യിൽ ഇനി ഉണ്ടോ എന്ന് പോലും തിങ്കളുടെ സംശയമാണ്. കാശിൽ നിന്ന് വന്നപ്പോൾ അവന് ക്യാഷ് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷെ സ്കാൻ ചെയ്ത QR കോഡ് അവന്റെ ബിസിനസ് അക്കൗണ്ട് ആയതുകൊണ്ട് നമ്പർ ഉണ്ടായിരുന്നില്ല. എന്തായാലും ചാന്ദ്രനി അയച്ചെന്ന പാർട്ടിയുടെ പാച്ചു എന്ന പേരിൽ ഒരു കൊടുക്കുന്ന ഇമോജി ഇട്ട് സേവ് ചെയ്തിരിക്കുന്ന നമ്പർ ടെൻഷനിൽ പിന്നെ പേരൊന്ന് മാറ്റുന്നത് ശ്രദ്ധിക്കാതെ ഫോണിൽ സ്വന്തം സേവ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ തന്നെ അവനെ വിളിച്ച് തിങ്കൾ. റിങ് പോകുന്തോറും ആ ബെല്ലടിക്കുന്ന ശബ്ദത്തിൽ തന്നെ പെണ്ണിന്റെ ഹൃദയവും ഇടിച്ചു തുടങ്ങി. അപ്പുറത്ത് പാർട്ടിയുടെ പെറ്റ് ഷോപ്പിൽ അവന്റെ ടേബിളിൽ നിന്ന് ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നു. ഇന്ന് സ്വല്പം തിരക്കുറഞ്ഞ ദിവസമായിരുന്നു അവന്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വന്നൊരു ടീം ഒരു പേർഷ്യൻ കാറ്റിനെയും വാങ്ങിച്ചാണ് അവർ പോയത്. പാർട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന പേർഷ്യൻ കാറ്റിൽ ഏറ്റവും എക്സ്പെൻസീവായ ബ്രീഡായിരുന്നത്. അത് വിറ്റുപോയൊരു സന്തോഷത്തിൽ കസ്റ്റമേഴ്സിനെ യാത്രയാക്കിയവൻ അകത്തേക്ക് കയറുമ്പോൾ ടേബിളിൽ നിന്ന് ഫോൺ റിങ് ചെയ്യുന്ന കേട്ടത്. നേരെ ചെന്ന് നോക്കിയതും ഫോൺ സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ പാർട്ടി ഒരു നിമിഷം നിന്നു. തങ്കി എന്നവനെ ലവ് സിംബലോടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറിൽ നിന്ന് ഇങ്ങോട്ട് കോള്. തിങ്കളും അവനും ചേർന്ന് നിൽക്കുന്ന ഒരു സെൽഫിയും സ്ക്രീൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതിന്റെ കൂടെ. അന്ന് കാശിയിൽ പോയപ്പോൾ എടുത്ത സെൽഫിയാണത്. മിഥുനാണ് സെൽഫി എടുത്ത് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. അവനെ വെട്ടിക്കളഞ്ഞ് ആ ഫോട്ടോ ക്രോപ്പ് ചെയ്തെടുത്താണ് അവൻ തിങ്കളിന്റെ പേരിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നോക്കി അടുത്ത നിമിഷം തന്നെ പാർട്ടി ഉള്ളിൽ നിറഞ്ഞ അതിശയത്തോടെ ആ കോളങ്ങ് ചാടിയെടുത്തു. തങ്കി! അവളൊരു അലോ പറയും മുന്നേ ചെക്കൻ്റെ കുസൃതി നിറഞ്ഞ നീട്ടി പിടിച്ചുള്ള വിളി. ഒരു നിമിഷം ഒന്നും മിണ്ടാ തിങ്കളുടെ നാവും ഒന്ന് താഴ്ന്നു. പാർത്തി, ഞാനിവിടെ VKR ഹോസ്പിറ്റലുണ്ട്, നീ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. അടുത്ത നിമിഷം ഒറ്റ ശ്വാസത്തിൽ സ്ഥിരം ഗൗരവം തന്നെ സ്വരത്തിൽ അവൾ പറഞ്ഞെടുത്തുമ്പോൾ അപ്പുറത്തുള്ള എന്റെ മുഖത്ത് ചിരി ഞൊടിയിടയിൽ മാഞ്ഞു. ഹോസ്പിറ്റലോ? എന്തിന്? നിനക്കെന്താ പറ്റി? തങ്കി! പാർത്തിയുടെ ശബ്ദമല്ലാതെ ഉയർന്നു. കടയിലുണ്ടായിരുന്നവരുടെ നോട്ടം മുഴുവൻ അവനിലേക്കായി. പാർത്തി, എനിക്കൊന്നുമില്ല. ചാന്ദ്രി ആന്റിക്ക് ചെറിയൊരു ആക്സിഡന്റ്. ഫാക്ടറിയുടെ മുമ്പിൽ വെച്ചൊരു ബൈക്ക് കെട്ടിയതാ. തിങ്കൾ അത്രയും പറഞ്ഞെടുത്തുമ്പോൾ പാർത്തിയുടെ ഉടൽ ഒരു തരിപ്പോടെ വിറച്ചു പോയി. അമ്മയ്ക്കെന്താ? ശ്വാസം എടുക്കാൻ പോലും പ്രയാസപ്പെടുമ്പോഴുള്ള അവന്റെ ചോദ്യം. ഒരു നിമിഷം കൊണ്ട് അവൻ കേട്ട വാർത്തയുടെ പകപ്പിൽ തളർന്നു പോയിരുന്നു. പേടിക്കാനൊന്നുമില്ല പാർത്തി, നീ ഒന്ന് ഇങ്ങോട്ട് വായോ, ആരെങ്കിലും കൂട്ടിയിട്ട് വന്നാൽ മതി. എന്തിനാണ് അതും കൂടെ പറഞ്ഞ തിങ്കളിനും അറിയില്ല. അന്നേരം തന്നെയാണ് പാർട്ടിയെ നേരിട്ട് വിളിച്ചറിയിക്കുന്ന പകരം തനിക്കിത് മിഥുനെ വിളിച്ചറിയിച്ചാൽ മതിയല്ലോ എന്ന് തോന്നവൾക്ക് പോയത്. പക്ഷേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ വരട്ടെ. എന്നാലൊരു സമാധാനത്തിനായി തിങ്കൾ പെട്ടെന്ന് മിഥുനെ കൂടി വിളിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.